കൊച്ചി ചെല്ലാനത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതികൾ. ചെല്ലാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പീറ്റർ ഷീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിനു വിൻസെന്റ് എന്നിവരാണ് പ്രതികൾ. കണ്ടാലറിയാവുന്ന 6 കോൺഗ്രസ് പ്രവർത്തകരും കേസിൽ പ്രതികളാണ്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഈ ഉത്തരവ് പ്രകാരം പൊതുസ്ഥലത്തെ ബോർഡുകൾ നീക്കാനെത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. അവരെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും കടുത്ത നടപടി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ആരൊക്കെയാണ് കേസിൽ പ്രതികളാകുന്നത്? വിവരങ്ങൾ എന്താണ് നിതിൻ സേവ്യർ? ഇന്നലെ വൈകിട്ടാണ് കൊച്ചി ചെല്ലാനത്ത് ഈ സംഭവം നടക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും മാറ്റാനായി എത്തിയ തിരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരെയാണ് മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ ഇന്നലെ രാത്രി തന്നെ ഇവർ കണ്ടമാലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എഫ്ഐആറിൽ ജനപ്രതിനിധികളെ അടക്കം പോലീസ് പ്രതികളാക്കിയിട്ടുണ്ട്. ചെല്ലാന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ പീറ്റർ ഷീൻ, ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ജിനു വിൻസെന്റ് എന്നിവരും ഈ കേസിൽ പ്രതിയാണ്. ജിനു വിൻസെന്റ് ആണ് 1ാം പ്രതി, പീറ്റർ ഷീൻ 2ാം പ്രതിയാണ്. ഒപ്പം കണ്ടാലറിയാവുന്ന 6 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി ഈ കേസിൽ പ്രതികളാക്കിയിരുന്നു. നേരത്തെ കോൺഗ്രസ് നേതൃത്വം ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ രാവിലെ നടത്തിയിരുന്നു. ഈ പരാതിക്കാരുമായടക്കം കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചിരുന്നു. പക്ഷേ പരാതിയിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് തുടർന്നാണ് പിന്നീട് ഈ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എഫ്ഐആർ പോലീസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ കളക്ടറെ ഇന്നലെ തന്നെ, ജില്ലാ വരണാധികാരിയായ കളക്ടറെ ഇന്നലെ തന്നെ ഇതിന്റെ വിശദീകരണം പോലീസ് അറിയിച്ചിരുന്നു. ഇതിൽ തുടർ നടപടികൾ പോലീസ് നാളെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, നിതിൻ സേവ്യർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോൺഗ്രസ് ജനപ്രതിനിധികളടക്കം പ്രതിപട്ടികയിലേക്ക് വരികയാണ്. ചെല്ലാനത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.